നമസ്കാരം. രോമാഞ്ചവും ആവേശവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യങ്ങൾ പലയിടത്തു നിന്നും ഉയർന്നിരുന്നു. ഇപ്പോഴിതാ രണ്ട് സിനിമകളും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് വ്യക്തമാക്കുകയാണ് സംവിധായകൻ ജിത്തു മാധവൻ. ചിത്രത്തിന്റെ പ്രസ് മീറ്റിലാണ് ജിത്തു ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ജിത്തു മാധവൻ പറഞ്ഞത്: രോമാഞ്ചം പോലൊരു സിനിമയല്ല ആവേശം. ഇതിൽ ചെറുതായിട്ട് അവിടെയും ഇവിടെയും ഇൻസ്പയർഡ് ആയ ചില കാര്യങ്ങൾ ചേർത്ത് സിനിമയാക്കിയതാണ്. ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നേ ഉള്ളൂ. പൂർണ്ണമായും ഉണ്ടായ സംഭവമാണെന്നൊന്നും പറയാൻ പറ്റില്ല. രോമാഞ്ചം സിനിമയുമായി ആവേശത്തിന് ഒരു കണക്ഷനും ഇല്ല. പിന്നെ ചെമ്പന്റെ കഥാപാത്രത്തിന്റെ സ്പിൻ ഓഫ് ആണോ ഫഹദിന്റെ ഗഗൻ എന്നൊരു ചെറിയ കൺഫ്യൂഷൻ ചിലർക്ക് ഉണ്ടായി. അത് ക്ലിയർ ചെയ്തേക്കാം. രോമാഞ്ചത്തിൽ ചെമ്പൻ ചേട്ടൻ ചെയ്ത സെയ്ദ് എന്ന കഥാപാത്രം അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല. ആ സിനിമയ്ക്ക് വേണ്ടി അപ്പിയറൻസും സ്വഭാവവും അങ്ങനെ ആക്കിയതാണ്. ആവേശത്തിലെ രംഗന്റെ സ്വഭാവം പോലെ കൊടുത്തതാണ്. ഇത് ടോട്ടലി വ്യത്യാസമുള്ള മറ്റൊരു കഥാപാത്രമാണ്. ഇത്തരം കഥാപാത്രങ്ങളെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് കണ്ടിരുന്ന ആളുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ കഥാപാത്രത്തെ ഉണ്ടാക്കിയത്. സെയ്ദുമായി ഈ കഥാപാത്രത്തിന് ഒരു ബന്ധവും ഇല്ല. ആവേശം കാണാൻ തിയേറ്ററുകളിൽ ആദ്യത്തെ ദിവസം തന്നെ ആളുകൾ വരണമെന്നാണ് പ്രതീക്ഷ. തുടക്കത്തിലെ ഒരു ഓളം ഉണ്ടാകണമെന്നാണ് കരുതുന്നത്. ഒന്നിച്ചിരുന്ന് കണ്ട് എൻജോയ് ചെയ്യേണ്ട സിനിമയാണ്. ഉറക്കെ ചിരിച്ചും ബഹളമുണ്ടാക്കിയും കാണേണ്ട സിനിമ. രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. അവർക്ക് കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. രോമാഞ്ചം ഷൂട്ടിന് ശേഷമാണ് ഈ കഥ ഉണ്ടാകുന്നത്. പിന്നീട് അൻവർ റഷീദിനെ കണ്ട് കഥ പറഞ്ഞു. പുള്ളിക്ക് ഇഷ്ടമായി. അങ്ങനെ ഫഹദിലേക്ക് എത്തി. പടം പെട്ടെന്ന് തന്നെ ഓണായി. രോമാഞ്ചം റിലീസിന്റെ സമയത്ത് ഞാൻ ആവേശത്തിന്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.